നമസ്കാരം. കഥാലോകം എന്ന ചാനലിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന കഥാപ്രേമികളായ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരു കഥയാണ്. കൃഷ്ണനോട് ആത്മാർത്ഥമായ ഭക്തിയും നിസ്വാർത്ഥമായ ഭക്തിയും നമുക്കുണ്ടെങ്കിൽ അദ്ദേഹം ആപദ് ബാന്ധവനായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ആ വിശ്വാസം കാണിക്കുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഗംഗയുടെ തീരത്താണ്. അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയോടും തൻ്റെ മക്കളോടും കൂടി അവിടെ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഭാഗവതം കെട്ടി വായിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പേര് തങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഫലപ്രാപ്തി അറിയാൻ വേണ്ടി ഭാഗവതം കെട്ടി വായിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പേജ് തുറന്ന് അതിലുള്ള ശ്ലോകം നോക്കി അതിന്റെ അർത്ഥവും അർത്ഥവ്യാപ്തിയും അവരുടെ ജീവിതവുമായി ഇപ്പോഴത്തെ ബന്ധവും എല്ലാം പറഞ്ഞതിന്റെ ഫലം പറഞ്ഞു കൊടുക്കും. അത് ശരിയായി തീരുകയും അവർക്കെല്ലാം വിശ്വാസം വരികയും ചെയ്തു. അങ്ങനെ ദിവസം പ്രതി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ ഭാഗവതം കിട്ടി വായിക്കാനായി വരികയും അദ്ദേഹത്തിന് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സസുഖം ഭാര്യയോടും മക്കളോടും കൂടി അങ്ങനെ കഴിയുകയാണ്. അദ്ദേഹം അപാരമായ ശ്രീകൃഷ്ണ ഭക്തൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഗംഗാതീരത്താണല്ലോ, അതിന്റെ അങ്ങേ തീരത്ത് മറ്റൊരു ശാസ്ത്രികൾ ഇതേ കാര്യം തന്നെ ഭാഗവതം കെട്ടി വായിക്കുന്ന അതേ ജോലി തന്നെ ചെയ്യാൻ തുടങ്ങി ഉപജീവന മാർഗമായി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി അറിവും കാര്യവിവരം കൂടിയുണ്ട്. അപ്പൊ ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. മറിച്ച് ഇദ്ദേഹത്തിന്റെ അടുത്ത് ആളുകൾ വരുന്നത് കുറഞ്ഞു തുടങ്ങി. ദിവസം പ്രതി ആളുകൾ ഇല്ലാതായി എന്ന് തന്നെ പറയാം. ക്രമേണ ഇദ്ദേഹത്തിന്റെ ജീവിതമാർഗം അടഞ്ഞു തുടങ്ങി. ഉപജീവന മാർഗം ഇല്ലാണ്ടായി എന്ന് പറയാം. കടുത്ത ദാരിദ്ര്യം ഇദ്ദേഹത്തിനെ ബാധിച്ചു. ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണല്ലോ. വിശപ്പിന്റെ കാഠിന്യം വജ്രത്തെക്കാൾ സ്പഷ്ടമാണ് എന്നല്ലേ പറയുന്നത്. വിശക്കുന്നവന്റെ മുന്നിൽ ഭഗവാൻ പോലും ആഹാരത്തിന്റെ രൂപത്തിൽ വന്നില്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കുക പോലുമില്ല. അത്രയ്ക്ക് കഠിനമാണ് ഈ ദാരിദ്ര്യവും വിശപ്പും ഒക്കെ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാം എപ്പോഴും വിശക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി. കഠിനമായ ദാരിദ്ര്യ ദുഃഖം. അപ്പൊ ഭാര്യ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ വലിയ ഭാഗവതം കെട്ടി വായിക്കുന്ന ആളൊക്കെ അല്ലേ, എന്നിട്ട് എന്തേ ഇപ്പോ ജീവിതമാർഗം അടഞ്ഞു പോയത്? നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തനൊക്കെ അല്ലേ, എന്നിട്ട് എന്തേ ഇപ്പോ ഒരു ജീവിതമാർഗം ഇല്ലാണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ ഇദ്ദേഹവും ചിന്തിച്ചു തുടങ്ങി, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, എനിക്ക് ഇങ്ങനെ വരാൻ എന്താ കാരണം എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് സങ്കടം വരികയും അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാ മുറിയിൽ പോയിട്ട് അവിടെ ഭഗവത്ഗീത ഇരിപ്പുണ്ട്. ഭഗവത്ഗീത ശ്ലോകം ഇങ്ങനെ ഓലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഓല എടുത്തിട്ട് അതിലെ ഒരു ശ്ലോകം, ആ ശ്ലോകം നാരായം വെച്ച് ഇങ്ങനെ വെട്ടി കീറി കളയും. വെട്ടുമ്പോ ആ നാരായം വെച്ചിങ്ങനെ വെട്ടുമ്പോഴത്തേക്കും തന്നെ അവിടെ കീറി ആ ഓല ഭാഗത്ത് കീറുകയും ചെയ്യും. ആ ശ്ലോകം ഏതാണെന്ന് വെച്ചാ അനന്യാ ചിന്ത എന്തോ മാം ഏ ജനാം പര്യുപാസതേ തേഷാം നിത്യ അഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അനന്യാ ചിന്ത എന്തോ മാം ഏ ജനം പര്യുപാസതേ തേഷാം നിത്യ അഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഏതൊരാളാണോ വേറൊരു ചിന്തയുമില്ലാതെ എന്നിൽ മാത്രം മനസ്സുറപ്പിച്ച് എന്റെ മാത്രം ചിന്തകളിൽ ഇരുന്ന് എന്നെ മാത്രം വിശ്വസിച്ചിരിക്കുന്നത് അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളും. അവൻ പിന്നെ ഒരു കാര്യത്തിലും സങ്കടപ്പെടേണ്ടി വരത്തില്ല. അവനെ ഞാൻ അങ്ങ് ഏറ്റെടുക്കും. അവന്റെ സംരക്ഷണവും അവന്റെ ഐശ്വര്യവും എല്ലാം പിന്നെ ഞാൻ നോക്കിക്കോളും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന ഭഗവത്ഗീതയിലുള്ള ആ ഒരു ശ്ലോകമാണ്. അപ്പൊ ഇദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തനായതുകൊണ്ട് ഈ ശ്ലോകം വിശ്വസിച്ചാണ് അദ്ദേഹം കഴിയുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ദാരിദ്ര്യ ദുഃഖം വന്നിട്ട് അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും ഒന്ന് വിശപ്പ് കാണാൻ പറ്റാത്ത അവസ്ഥയെ എത്തിയപ്പോ അവരെല്ലാം കുറ്റപ്പെടുത്തിയും തുടങ്ങിയപ്പോ അദ്ദേഹം ഈ ശ്ലോകം തെറ്റാണെന്ന് എപ്പോഴും മനസ്സുകൊണ്ട് തോന്നി. എന്നിട്ട് തന്റെ ആരാധ്യദേവനായ ശ്രീകൃഷ്ണന്റെ ആ ശ്ലോകം അദ്ദേഹം അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ
ഇന്ന് ഭക്ഷണമൊന്നുമില്ല, അടുപ്പ് പുകഞ്ഞിട്ടില്ല, എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് കുറച്ച് കുട്ടികൾ വന്നു. ഓരോ കുട്ടിയുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്തെങ്കിലും എന്ന് വെച്ചാൽ ആഹാര സാധനം. ഒരു കുട്ടിയുടെ കയ്യിലാണെങ്കിൽ അരിയാണെങ്കിൽ മറ്റൊരു കുട്ടിയുടെ കയ്യിൽ പലവ്യഞ്ജന സാധനങ്ങൾ, പച്ചക്കറികൾ, ഇങ്ങനെ ഓരോരുത്തരായി ഒരു 7-10 കുട്ടികൾ അവിടെ വന്നിട്ട് ഇതെല്ലാം ബ്രാഹ്മണ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ അവർ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയ, ആരാ ഇതൊക്കെ തന്നയച്ചത് എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോ അതിൽ ഏറ്റവും നേതൃസ്ഥാനം വഹിച്ചിരുന്ന കുട്ടി ആ കുട്ടി ഇവരോട് പറയുന്നു, ഈ സ്ത്രീയോട് പറയുന്നു, ഇത് ഇവിടുത്തെ ഗൃഹനാഥൻ തന്നെ ഞങ്ങളോട് തന്നു വിട്ടതാണ്, ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആ കുട്ടി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി മറ്റൊരു കാര്യം ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് വല്ലാത്ത തൊണ്ടവേദനയുണ്ട്, അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മരുന്നായി തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ആ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറകുവശത്ത് പോയി പറമ്പിലുണ്ടായിരുന്ന എന്തോ ഒരു പച്ചമരുന്ന് കൊണ്ടുവന്നത് അരച്ച് പുരട്ടി കൊടുക്കും. പുരട്ടി വാ തുറന്നിട്ട് തൊണ്ടയിൽ ഇട്ട് കൊടുക്കും. അപ്പോ തൊണ്ടവേദന ഇത് ഇടുന്നോണ്ട് ഇത് മാറിക്കോളും എന്നും പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് പോയി. ബ്രാഹ്മണ സ്ത്രീക്ക് വളരെ സന്തോഷമായി. കാരണം കുറച്ചു ദിവസമായി അടുപ്പ് പുകഞ്ഞിട്ട് കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല. അവർക്ക് വളരെ സന്തോഷമായി. അവർ അന്ന് വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഉണ്ടാക്കി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് എവിടെ നിന്നും കാശും അല്ലെങ്കിൽ പലചരക്ക് സാധനം ഒന്നും കിട്ടാണ്ട് വിഷമത്തിലായിട്ട് ആ വീട്ടുടമസ്ഥൻ അതായത് നമ്മുടെ ബ്രാഹ്മണൻ വീട്ടിലേക്ക് എത്തി വൈകുന്നേരമായപ്പോ. അപ്പോ നോക്കിയപ്പോ വീട്ടിൽ സദ്യ ഒരുങ്ങിയിരിക്കുന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടു, ഇതെവിടെന്നാ നിനക്ക് ഇതൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കും. ഉടനെ ഭാര്യ പറയും, നിങ്ങളല്ലേ ആരുടെയോ കയ്യിൽ, കുറെ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ ഇതെല്ലാം കൊടുത്തു വിട്ടത് എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം അത്ഭുതപ്പെടും. അത് മാത്രമല്ല ആ സ്ത്രീ ഒരു കാര്യം കൂടി പറയും, അതിൽ വന്ന ഒരു കുട്ടിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പൊ തൊണ്ടവേദന ഉണ്ടായിരുന്നോണ്ട് ഞാൻ പുറകുന്ന ഉള്ള ഒരു ചെടിയുടെ ഒരു പച്ചില എടുത്തിട്ട് തൊണ്ടവേദനയ്ക്കായി പുരട്ടി കൊടുക്കും, അത് അരച്ച് പുരട്ടി കൊടുക്കും എന്നും പറയും. അപ്പൊ ബുദ്ധിമാനായ ബ്രാഹ്മണന് സംഗതി എന്താണ് എന്ന് പിടികിട്ടും. അദ്ദേഹം ഉടനെ വീട്ടിനുള്ളിൽ മുറിക്കുള്ളിൽ ചെന്നിട്ട് തന്റെ ഓല എടുത്ത് തുറന്നു നോക്കും. എന്നിട്ട് ഇങ്ങനെ തുറന്നപ്പോ ആ ശ്ലോകം എഴുതിയിരുന്ന ആ ഓലകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്തോ ഒരു പച്ചില ഉണങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പൊ ആ ബ്രാഹ്മണന് സത്യം എന്താണ് എന്ന് മനസ്സിലാവും. തന്റെ ഭാര്യയുടെ മുന്നിൽ വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. താൻ ആ ഓലയിൽ എഴുതിയിരുന്ന ശ്ലോകം തെറ്റാണ് എന്ന് പറഞ്ഞത് വെട്ടിയപ്പോ അത് ഭഗവാന്റെ തൊണ്ടയിലാണ് ആഘാതം ഏൽപ്പിച്ചത്. ആ വേദന ഉണ്ടായിട്ടാണ് അദ്ദേഹം വന്നത്. എന്നിട്ട് അദ്ദേഹം ഇവിടത്തേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ആ വേദന മാറാനുള്ള മരുന്ന് ചോദിച്ചിട്ടാണ് പോയത് എന്നാലോചിച്ചപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നി. അതായത് ഭഗവാൻ ഏതൊരാളാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ മറ്റൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തെ മാത്രം ഉറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴായാലും നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും എന്നാണ്. ആ വിശ്വാസമാണ് തനിക്ക് വേണ്ടത് എന്ന് അയാൾക്ക് മനസ്സിലായി. എന്തുകൊണ്ടോ എപ്പോഴൊക്കെയോ അദ്ദേഹത്തിന് ആ ക്ഷമ നഷ്ടപ്പെട്ടു. അപ്പോ അതിന് അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനോട് മാപ്പ് പറയുന്നു. ഒപ്പം നന്ദിയും തന്നോടുള്ള സ്നേഹത്തിന് ഒരുപാട് നന്ദി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആപത് ബാന്ധവനാണ്. ഭക്തന് വേണ്ടി എന്തും ചെയ്യും. ഭക്തന് വേണ്ടി പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വരാൻ പോലും ഭഗവാൻ മടിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എപ്പോഴും ഭക്തന്റെ ദാസനാണ് ഭഗവാൻ എന്നുള്ള സത്യം ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. തന്നിൽ ആത്മാർത്ഥമായ വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ തന്നെ മാത്രം വിശ്വസിച്ച് ഭഗവാൻ എല്ലാം നോക്കിക്കോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നോക്കിയിരിക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമായ കഥയാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കഥാലോകത്തിന്റെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.